2026 ഏറ്റവും ടോപ്പ് സ്കില്ലുകൾ ഏതായിരിക്കും? നിങ്ങൾ ഏത് രംഗത്ത് വർക്ക് ചെയ്യുന്നവരാണ്? എഡ്യൂക്കേറ്ററോ, ടീച്ചറോ, പ്രൊഫഷണലോ, മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലോ, കോണ്ടന്റ് ക്രിയേഷനിലോ, എനിവേർ 2026 മുതൽ അങ്ങോട്ട് ഫ്യൂച്ചർ ജോബ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടോപ്പ് 10 സ്കില്ലുകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ബേസ് ചെയ്യുന്നത് 4 പ്രധാനപ്പെട്ട വേൾഡ് തലത്തിലെ വർക്ക് ഫോഴ്സ് ജോബ് മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്ന 4 കമ്പനികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത് വേൾഡ് എക്കണോമിക് ഫോറാണ്, അതിൻ്റെ ദ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട്. രണ്ടാമത്തത് മെക്കിൻസി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്കിൽസ് ഷിഫ്റ്റ് ഓട്ടോമേഷൻ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. മൂന്നാമത് ഗാർട്ട്നറിൻ്റെ ടോപ്പ് സ്ട്രാറ്റജിക് ടെക്നോളജി ട്രെൻഡ്സ് ഫോർ 2026 ആൻഡ് പിയേഴ്സൺ ഗ്രൂപ്പിൻ്റെ ദ സ്കിൽസ് ഔട്ട്ലുക്ക് പവർ സ്കിൽസ്. അങ്ങനെ 4 റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് ടോപ്പ് 10 സ്കിൽസ് ഏതെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇത് നമ്മൾ 3 ബക്കറ്റാക്കി മാറ്റിയിട്ടുണ്ട്. മീൻസ് ഒന്നാമത്തത് ഹ്യൂമൻ കോഗ്നിറ്റീവ് സ്കിൽസ് എന്നൊക്കെ പറയും, നമ്മൾ ഹ്യൂമൻ സോഷ്യൽ സ്കിൽസ് എന്നൊക്കെ പറയാവുന്ന, സോഫ്റ്റ് സ്കിൽസ് എന്നൊക്കെ പറയാവുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് ഒന്നാമത്തെ ബക്കറ്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലാണ്. നമുക്കറിയാം എ ക്യാൻ ഗിവ് യു ആൻ ആൻസർ ബട്ട് ഓൺലി യു ക്യാൻ ടെൽ ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. നിങ്ങൾക്ക് ആൻസർ തരും, ഡ്രാഫ്റ്റ് ചെയ്ത് തരും, വീഡിയോ തരും, ഒക്കെ തരും, പക്ഷേ ഹ്യൂമൻ ടച്ച് അവിടെ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫാക്റ്റ് നോയ്സ് ഒരുപാട് കോണ്ടന്റിന്റെ ഒരു ബസ്സിങ് ആണ്, എല്ലായിടത്തും നോയ്സ് ആണ്. അതിൽ നിന്നും ക്ലിയർ കട്ടായിട്ടുള്ള ഫാക്റ്റുകൾ ഫിൽട്ടർ ചെയ്യാൻ നമുക്ക് എന്താവശ്യമാണ്? ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമാണ്. ഇതുള്ള ആളുകൾക്ക് ഇനി അനലിറ്റിക്കൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള കഴിവുള്ള സ്കില്ലുള്ള ആളുകൾക്ക് ഭാവി നല്ല ഫ്യൂച്ചർ ഉണ്ടാവുമെന്നാണ് എല്ലാ സ്റ്റഡീസും പറയുന്നത്. ഈ 4 റിപ്പോർട്ടിലും ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ളത് തന്നെ ഈ സ്കില്ലാണ്. രണ്ടാമത് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ഇന്നോവേഷൻ ആണ്. ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത് പവേർഡ് ജനറേറ്റഡ് കോണ്ടന്റുകളുടെ ഒരു പ്രളയമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ നിഖിൽ കാമത്ത് ഇലോൺ മസ്കുമായിട്ടുള്ള ഇൻ്റർവ്യൂ അദ്ദേഹം പറയുന്നത് ഫ്യൂച്ചർ ഈസ് ഓഫ് വീഡിയോസ് എന്ന് പറയുന്നുണ്ട്. വീഡിയോ ആണ് ഫ്യൂച്ചറിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഓൾ ചാനലായിട്ട് മാറാൻ പോകുന്നത്, ടെക്സ്റ്റും വോയിസ് ഒക്കെ മാറിയിട്ട്. അപ്പോൾ വെറും ഒന്നിനെ റിപ്ലിക്കേറ്റ് ചെയ്യുക, കോപ്പി പേസ്റ്റ് അടിക്കുക എന്നുള്ളതിനപ്പുറം ഒറിജിനേറ്റിംഗ്, നിങ്ങൾക്ക് കൃത്യമായൊരു സാധനത്തെ ഒറിജിനേറ്റ് ചെയ്യാൻ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് സം എഡ്ജ്. നമുക്കൊരു എഡ്ജ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ നമുക്കറിയാം ഒരു ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ജോബ് മാർക്കറ്റും നമ്മുടെ ജോലികളും. മൊത്തത്തിൽ ഗ്ലോബൽ എയുടെ കടന്നുവരോടുകൂടി ഓട്ടോമേഷൻ എന്നുള്ള ഒരു സംഭവം വന്ന് ഏജൻറ്റിക് എ ഒന്നുകൂടി ഒരു ഇവോൾവ് ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ എഡ്ജിൽ നിൽക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പിന്നോട്ട് പോകുന്നത് നമ്മളിതൊക്കെ വരുമ്പോൾ കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളതുകൊണ്ടാണ്. വരുമ്പോഴല്ല കാണേണ്ടത്, നമ്മളത് വരുന്നതിന് മുന്നേ അതിനെ കാണാനും അതിൻ്റെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള കപ്പാസിറ്റിയും പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അബ്സോർബ് ചെയ്യാനും ആ സ്കില്ല് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആളുകൾ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ പഠിപ്പിക്കേണ്ടത്, നമ്മളോട് പലരും ചോദിക്കേണ്ടത് വരുമ്പോൾ എന്താ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? വരുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ക്രിറ്റിക്കൽ തിങ്കിങ് ആണ്. ഒരു വിഷയത്തെ എങ്ങനെ കൃത്യമായി പഠിച്ച് പ്രസൻറ്റ് ചെയ്ത് അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, ക്രിയേറ്റീവായിട്ട് കാര്യത്തെ എങ്ങനെ സമീപിക്കാൻ പറ്റും, ഈ ഒരു തരത്തിലുള്ള നോളജ് ഒന്നും കൊടുത്തു കാര്യമില്ല. നോളജ് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഡെപ്തിൽ തരാവുന്ന സിസ്റ്റംസ് LLMകൾക്ക് ഉണ്ട്. ChatGPT ഉണ്ട്, ക്ലോഡ് ഉണ്ട്, പെർപ്ലക്സിറ്റി ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഡേ ടു ഡേ അപ്ഡേറ്റ് ആയിട്ടുള്ള നോളജ് എത്രയും നല്ല എക്സ്പെർട്ടിലായി തരാൻ കഴിയും അവർ ഈ LLMകൾക്കൊക്കെ. പക്ഷേ ആ തരുന്ന സാധനത്തെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുക, അത് വെച്ചൊരു ക്രിയേറ്റീവ് തോട്ട് രൂപപ്പെടുത്തുക, അതിനൊക്കെ ഇണങ്ങി ഭാവി വരാൻ പോകുന്നത്. മൂന്നാമത്തെ സ്കിൽ, ഈ ഹ്യൂമൻ എഡ്ജ് സ്കില്ലിൽ തന്നെ മൂന്നാമത്തെ സാധനം കോംപ്ലക്സ് പ്രോബ്ലം സോൾവിങ് ആണ്. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ, എത്തിക്കൽ ഫ്രെയിംവർക്ക്, ഇത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നുണ്ട്. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ്, മനുഷ്യന് പൊതുവെ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്കറിയാം ഡെയിലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? ലീഗലി, ഇൻ്റലക്ച്വലി, ഇമോഷണലി, സോഷ്യലി, ഇത്തരം അത് ഒരു ലീഡർഷിപ്പ് ലെവലൊക്കെ വരുന്ന ഒരു സംഭവം കൂടിയാണത്. ഈ ഒരു സ്കില്ലും വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഹ്യൂമൻ എഡ്ജസ് ഇതിൽ 3 സ്കില്ലുകളാണ് വരാവുന്നത്. രണ്ടാമത്തെ ബക്കറ്റ് സോഷ്യൽ ഗ്ലൂ ആണ്, ഇന്റർപേഴ്സണൽ സ്കില്ലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് ലീഡർഷിപ്പാണ്. അത് നാലാമത്തെ, നമ്മുടെ ടോപ്പ് 10 നാലാമത്തേതാണ് ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. വെറുതെ ഒരു മാനേജിങ് ജനങ്ങളെ മാനേജ് ചെയ്യുന്നതിനപ്പുറത്ത് ഇൻഫ്ലുവൻസിങ് ദം, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് വളരുക എന്നുള്ളതും പുതിയ കാലത്ത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെ വിശേഷിപ്പിക്കാറ്. അവർ ജസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമല്ല, അവർ ആളുകളുടെ തോട്ടിനെ, അവരുടെ തിങ്കിങ് പവറിനെ, അവരുടെ ലൈഫ് സ്റ്റൈലിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കപ്പാസിറ്റിയുള്ള ലെവലായിട്ട് മാറും. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പറയുന്നത് തന്നെ CEO എന്ന് പറയുന്നത് ഒരു ബോസ് അല്ല, ദേ ആർ കമ്മ്യൂണിറ്റി ബിൽഡർ. ഒരു കമ്മ്യൂണിറ്റി ബിൽഡറാണ് ഒരു യഥാർത്ഥ CEO എന്ന് പറയുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് സ്കിൽ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അഞ്ചാമത്തെ ടോപ്പ് സ്കിൽ എന്ന് വെച്ചാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്, എമ്പതിയാണ്.
ഹ്യൂമൻ മോട്ടിവേഷൻ എന്താണെന്ന് തിരിച്ചറിയുക, മെൻ്റൽ ഹെൽത്ത് വളരെ ഒരു ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് വരുന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആളുകളുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ എൻഗേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വി ഹാവ് റോബോട്ടിക് ടെക്നോളജി ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ്. റോബോട്ട്സ് ഹാവ് സീറോ ഇക്യു, അതിന് ഇക്യു കുറവാണ്, ഇല്ല എന്ന് പറയും. ദിസ് ഈസ് യുവർ മോണോപ്പൊളി. മനുഷ്യൻ്റെ വലിയൊരു പവറുള്ള സംഭവമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്കറിയാം വി ഹാവ് ഫിയർ ഓഫ് മിസ്സിങ് ജോബ് നഷ്ടപ്പെടുന്നുള്ള പേടിയുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ മസ്റ്റാണ്. നമുക്ക് എമ്പതി ഉണ്ടാവണം. എമ്പതി ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടി കാണാനും പരിഹരിക്കാനും, അവരുടെ എമ്പതിയുള്ള ആളുകൾക്ക് ഒരു വിഷയത്തെ സമീപിക്കാൻ തന്നെ നമുക്ക് ക്ഷമയോടെ സമീപിക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ. ഡോക്ടർ ആവുന്നതിൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ നീറ്റ് എന്നല്ല നമ്മൾ പറയേണ്ടത്, അത് എമ്പതിയാണ്, അല്ലെങ്കിൽ പേഷ്യൻസ് ആണ്. ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അവരെ എമ്പത്തറ്റിക്കലി അവരെ അനലൈസ് ചെയ്യാനും കാണാനും ട്രീറ്റ് ചെയ്യാനും ക്ഷമയോടെ അവരെ കേൾക്കാനും കഴിഞ്ഞാൽ തന്നെ ഏറ്റവും നല്ലൊരു ഡോക്ടറാകും. സോ ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് എമ്പതി ഈസ് വൺ ഓഫ് ദി ടോപ്പ് സ്കിൽസ്. ആ ഒരു ഗണത്തിൽ വരുന്ന മൂന്നാമത്തെ ഒന്ന് ഫ്ലെക്സിബിലിറ്റി ആൻഡ് അജിലിറ്റിയാണ്. വളരെ സ്പീഡാണ്. നമുക്കറിയാം എയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത വന്ന ഒരു ബൾക്ക് ഓഫ് ഡാറ്റ, മാസീവ് ഡാറ്റയുണ്ട്. ആ ഡാറ്റ വെച്ചിട്ടുള്ള സ്പീഡി അനാലിസിസ്, വളരെ വേഗത്തിൽ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിനോ കൂടെ ഓടണമെങ്കിൽ നമുക്ക് അജിലിറ്റി വേണം. നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. ഞാൻ ഒന്നിലേ നിൽക്കൂ, ഞാനൊരു മാറ്റം സംഭവിക്കില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ സോളിഡായ തീരുമാനങ്ങളോ സോളിഡായിട്ടുള്ളൊരു പൊസിഷൻ എടുക്കാൻ പറ്റില്ല പുതിയ കാലത്ത്. വി ഷുഡ് ഹാവ് ഫ്ലെക്സിബിൾ ആറ്റിറ്റ്യൂഡ്, അജിലിറ്റി ഉണ്ടാവണം. എക്കണോമി വിൽ ചേഞ്ച് ഫാസ്റ്റർ ദാൻ എവർ. ഇനിയുള്ള കാലത്ത് അതായിരിക്കും സംഭവിക്കുക. എക്കണോമി വലിയ മാറ്റം വരും. അവിടെ ആ ഹാർഡ് സ്കില്ല് അക്വയർ ചെയ്ത് ആ എഡ്ജിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇതിനൊക്കെ ഒരുപാട് സ്കില്ലുകളൊക്കെ ഈ കമ്പനികളിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്, എല്ലാത്തും ഉണ്ട് കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ ബക്കറ്റ്, ഇപ്പോൾ 2 ബക്കറ്റ് നമ്മൾ പറഞ്ഞു സ്കിൽ സെറ്റിൻ്റെ. അതിൽ നമ്മൾ 6 സ്കില്ലുകളും പറയും, ടോപ്പ് സ്കില്ലുകൾ ഫോർ 2026. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും, എന്താ ടെക്നിക്കൽ സ്കില്ലൊന്നും പറയാത്ത, AI കാര്യത്തിൽ എന്താ അത് പറയാത്തത്. ദാറ്റ് ഇസ് ബക്കറ്റ് 3, ദ ടെക് ഫ്ലുവൻസി. നമുക്കറിയാം ടെക്നോളജിയിലെ ബേസിക് നോളജ് അല്ല ഇനി ആവശ്യം. ഇപ്പോൾ എല്ലാവർക്കും AI അറിയാം, ചില ChatGPT എല്ലാവരും ഉപയോഗിക്കുന്നു, ജെമിനായി ഉപയോഗിക്കുന്നു, ക്ലൗഡ് ഉപയോഗിക്കുന്നു. പക്ഷേ അതിൻ്റെ ഫ്ലുവൻസിയാണ് ഇനി ആവശ്യം. അതിൻ്റെ കൃത്യമായ യൂസ് കേസ് മനസ്സിലാക്കി കൃത്യമായ പ്രോംപ്റ്റ് കൊടുത്ത് അതിനെങ്ങനെ നമ്മുടെ നമ്മൾ ഭാഷാ ഫ്ലുവൻസി എന്ന് പറയുന്നത് പോലെ തന്നെ ഇനി പ്രധാനപ്പെട്ട ഒരു ടേമാണ് AI ഫ്ലുവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്കില്ല് ടെക് രംഗത്ത് AI ഫ്ലുവൻസി ആൻഡ് ഹ്യൂമൻ AI കൊളാബറേഷൻ ആണ്. നോട്ട് ജസ്റ്റ് യൂസിങ് AI ജസ്റ്റ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല, അതിനെ മാനേജ് ചെയ്യാൻ കഴിയുക, അത് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഔട്ട്കം ഉണ്ടാക്കാൻ കഴിയുക, നമ്മുടെ ബേസിക് കഴിവിനെ അതില്ലെങ്കിൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സ്കില്ലിനെ വല്ലാതെ ഹിൻഡർ ചെയ്യാതെ, അതിനെ വല്ലാതെ ഇല്ലാതാക്കിക്കൊണ്ട് ഉള്ളൊരു AI ഉപയോഗം വളരെ പ്രശ്നസങ്കീർണമായ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകും. ടു മച്ച് ഡിപ്പെൻഡൻസ് ഓൺ AI, എന്തിനും AI ഉപയോഗിക്കുക എന്നുള്ളത്. അതിൽ നിന്ന് മാറി അവിടെ ഒരു AI ഫ്ലുവൻസി ഉണ്ടാക്കുക. AI ഫ്ലുവൻസി മീൻസ് നമ്മുടെ സ്കില്ലിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടൂൾ അതിന് ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ വർക്ക് ഫ്ലോയിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ടൂളായിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ ഒരു തിങ്കിങ് പാർട്ട്ണറായിട്ട് എങ്ങനെ AI ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ AI ഫ്ലുവൻസി ആൻഡ് ഹ്യൂമൻ AI കൊളാബറേഷൻ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ റിസർച്ചും ഡെപ്തുള്ള ആളുകൾക്ക് നല്ല സ്കോപ്പ് ഉണ്ടെന്നാണ് ഈ സ്റ്റഡീസ് കംപ്ലീറ്റ് പറയുന്നത്. മെക്കിൻസിയുടെ പഠനത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംഭവം പറയുന്നുണ്ട്. 8ാമത്തെ സ്കില്ല് ഗ്രീൻ സ്കില്ല് ആൻഡ് സസ്റ്റൈനബിലിറ്റിയാണ്. നമുക്കറിയാം ലോകം 2030 കൂടി നെറ്റ് സീറോ ടാർഗറ്റ് എല്ലാ കമ്പനികൾക്കും വരാൻ പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷനാണ് ഈ വന്താര എന്ന് പറയുന്ന അംബാനിയുടെ പ്രൊജക്റ്റൊക്കെ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് 3000 ഏക്കറിൽ ഇങ്ങനെ വലിയൊരു പ്രൊജക്റ്റ് അംബാനി കുടുംബം ചെയ്യുന്നത്? ഗുജറാത്തിലെ വന്താര ഒരു ഹ്യൂമൻ മെയ്ഡ് ഫോറസ്റ്റ് ആണത്. അതിന് പിന്നിൽ വലിയൊരു ബിസിനസ് മോട്ടീവ് ഉണ്ട് എന്നുള്ള ചില നിരീക്ഷണങ്ങളും ചില ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ട്. ആക്ഷേപം മീൻസ് ഒരു നിരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ അത് വലിയ ഫ്യൂച്ചർ തരുന്നൊരു സംഭവമാണ്. അതായത് എവറി ജോബ് റിക്വയർ നോളജ് ഓഫ് സസ്റ്റൈനബിലിറ്റി. നമുക്കറിയാം ഈ കാർബൺ പ്രശ്നം ഒരു വശത്ത് നന്നായിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ജോബ് മാർക്കറ്റിലെ ടോപ്പ് സ്കില്ല് പറയുമ്പോൾ സാധാരണ പറയാത്ത സംഭവമാണ് ഗ്രീൻ സ്കിൽസ്. അപ്പോൾ എങ്ങനെ ബയോഡൈവേഴ്സിറ്റി തരത്തിലേക്ക് കൊണ്ടുപോകാം, ഈ രംഗത്തുള്ള റിസർച്ചുകൾ, അതിലുള്ള എക്സ്പെർട്ടൈസൊക്കെ വലിയ സ്കോപ്പ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത് ലിങ്ക്ഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം. 9ാമത്തെ ഡാറ്റ ലിറ്ററസിയാണ്. നമുക്കറിയാം ഡാറ്റ വളരെ പ്രധാനമാണ് AI സംബന്ധിച്ചിടത്തോളം. ഇനി എവിടെ നിന്നൊക്കെ ഡാറ്റ കിട്ടും അത്രയും ഡാറ്റ അക്യുമുലേറ്റ് ചെയ്യാൻ എല്ലാ LLMകളും കമ്പനികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അത്രയും ആക്യുറേറ്റായ ഡാറ്റ, ക്ലീൻഡ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ AI കൊണ്ട് സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഡീപ്പ് ലേണിംഗ്, ന്യൂറോ നെറ്റ്വർക്കിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കപ്പെട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡാറ്റ സയൻറ്റിസ്റ്റുകൾ, ഡാറ്റ വെയർ ഹൗസിങ്, ഡാറ്റ കളക്ഷൻ, ഡാറ്റ സെഗ്മെൻറ്റേഷൻ, ഡാറ്റ ഉപയോഗിച്ചുള്ള അനാലിസിസ്, ഇതിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ടാവും. ഇപ്പോൾ
തന്നെ സൗദിയിൽ ഇലോൺ മസ്കിൻ്റെ കമ്പനിയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡാറ്റ വെയർ ഹൗസ് സൗദിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഡെസിഷൻ എടുത്തായിട്ട് നമ്മൾ കാണുകയുണ്ടായി. സോ ഡാറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡാറ്റ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഡാറ്റ ലിറ്ററസി ഉണ്ടാവുക, ഡാറ്റ അനലിസ്റ്റ് ആവുക, ഡാറ്റ വെയർ ഹൗസിങ്, ഡാറ്റ സെക്യൂരിറ്റി, ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് സൈബർ സെക്യൂരിറ്റി അവയർനെസ്. ഇല്ലേ, എഐയും റോബോട്ടിക്സൊക്കെ അടക്കമുള്ള ടെക്നിക്കൽ സാധനങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ ഒപ്പം വളരെ ജാഗ്രതയോട് കൂടി കൊണ്ടുപോകേണ്ട, അല്ലെങ്കിൽ അതിനേക്കാൾ സീരിയസ് ആയി കാണേണ്ട സംഭവമാണ് സെക്യൂരിറ്റി എന്നുള്ളത്. സെക്യൂരിറ്റി ത്രെറ്റ് വളരെ കൂടിക്കൊണ്ടിരിക്കും, പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാകും, നമ്മുടെ ഡാറ്റ ബ്രീച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒക്കെ വളരുന്ന കൂടെ തന്നെ നമ്മൾ സീരിയസ് ആയി പഠിക്കേണ്ട, സീരിയസ് ആയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ കൂടിയാണ് സൈബർ സെക്യൂരിറ്റി. കാരണം അവിടെ ഡിജിറ്റൽ ഹൈജീൻ ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്തരം ടോപ്പ് 10 സ്കിൽസ് ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം നമ്മുടെ നിലവിലുള്ള ജോബിലോ അല്ലെങ്കിൽ പുതിയതായി അപ് സ്കിൽ ചെയ്യാനോ റീസ്കിൽ ചെയ്യാനോ ക്രോസ് സ്കിൽ ചെയ്യാനോ നമ്മൾ ശ്രമിക്കണം. എങ്കിൽ 2026 മുതൽ നമ്മുടെ ജോബ് മാർക്കറ്റിൽ നമുക്കും തിളങ്ങാൻ സാധിക്കും.